ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തന്റെ അമ്മയുടെ ഈ കണ്ടീഷനിൽ സർജറി മാറ്റിവെക്കാൻ പറ്റില്ല. പണം ഉണ്ടാവുന്നവരെ വെയിറ്റ് ചെയ്യാനും പറ്റില്ല. ഐ ഡോണ്ട് നോ പിന്നെന്ത് സംഭവിക്കുമെന്ന്. ഞങ്ങളെ സംബന്ധിച്ച് എത്ര ചെലവ് വരുന്ന പറഞ്ഞേ? അറ്റ്ലീസ്റ്റ് ഒരു 10 lakh കരുതേണ്ടി വരും. പിന്നെ അമ്മയ്ക്കിപ്പോ ഒരു സ്കാനിങ് നടത്തണം. അത് കഴിഞ്ഞാലേ അമ്മയുടെ യഥാർത്ഥ അവസ്ഥ എനിക്ക് പറയാൻ പറ്റൂ. ഇവിടുത്തെ ബില്ലുകൾ കുറച്ച് പെൻഡിങ് ഉണ്ടല്ലേ? അത് ഞാനൊന്ന് ഡോക്ടറോട് സംസാരിച്ചിരുന്നു. ഞാനൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് പറഞ്ഞതുകൊണ്ട് അവരിത് മാറ്റിവെച്ചിരുന്നതാ. ആ ബില്ലുകളും ഇന്ന് ചെയ്യുന്ന സ്കാനിങ് ബില്ലുകളും ഇന്ന് തന്നെ പേ ചെയ്യേണ്ടി വരും. അമ്മ ഇന്ന് സ്കാനിങ്ങിന് കൊണ്ടുപോകണോ വേണ്ടേന്ന് കുട്ടി ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. കുട്ടി പ്ലീസ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർ. പക്ഷെ ഡോക്ടർ അമ്മയുടെ സ്കാനിങ് ഇന്ന് തന്നെ നടത്താൻ പറഞ്ഞോളൂ. പണം ഞാൻ ഇന്ന് തന്നെ അടച്ചോളാം. ഓക്കെ, എന്നാ കുട്ടി പോയിട്ട് വന്നോളൂ. ബാക്കിയൊക്കെ നടന്നോളൂ. അമ്മേ, എന്താ ഡോക്ടർ പറഞ്ഞേ? കഴിഞ്ഞ തവണ കണ്ടതിനേക്കാളും ഭേദമുണ്ടെന്ന് പറഞ്ഞതാ. എന്നിട്ടാണോ ഞാൻ തലേം തരി വീണത്? എനിക്ക് ചാവാനുള്ള സമയമായോ? ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഓരോരോ ചോദ്യങ്ങള്. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ? വീട്ടിൽ കൊണ്ടുപോയിട്ട് ചില്ലിട്ട് വെക്കാനാ. ഡോക്ടർമാർ ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്തിനാ? അത് അവർക്കല്ലേ അറിയൂ. നീ ശുണ്ടി എടുക്കല്ലേടി? ഇതുപോലത്തെ വർത്താനം പറഞ്ഞ ശുണ്ടി എടുക്കും. അല്ല പിന്നെ എന്റെ സിസ്റ്ററെ, ആശുപത്രി എന്ന് പറഞ്ഞാ പേടിയാ. ഒരു ചെറിയ അസുഖത്തിനെ പേടിച്ച് പേടിച്ച് പെരിപ്പിച്ച് ദാ ഇപ്പൊ ഈ കോലത്തിലായി. എനിക്ക് ആകെയുള്ള ഒരു മുതല. എന്നാ പിന്നെ സ്കാനിങ്ങിന് പോവാം. ആ എനിക്കമ്മ. വണ്ടർഫുൾ. ടോട്ടല് 100 ഏക്കറാ. ഉടമയ്ക്ക് ഈ സ്ഥലത്തോട് വൈകാര്യമായ ഒരു റിലേഷൻ ഉണ്ട്. ഈ സ്ഥലത്താണ് അയാളുടെ അച്ഛനും അമ്മയും അടക്കം ചെയ്തിരിക്കുന്നത്. വാങ്ങിക്കുന്നവരാരായാലും അച്ഛനും അമ്മയും അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്തിന് മാന്യമായ ഒരു പരിഗണന ലഭിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ഡിമാൻഡ്. നമ്മുടെ ഡിസൈനേഴ്സിന്റെ അടുത്ത് ഈ പ്രോപ്പർട്ടിയിൽ ചെയ്യാവുന്ന റിസോർട്ടുകളുടെ ഡിസൈൻ ആരംഭിച്ചോളം പറയും. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് സാർ. എന്താ? ഈ സ്ഥലം സിത്താരാമാം നോട്ടിട്ടുള്ളതാ. വിൽക്കാൻ വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ആവുമ്പോ ആർക്കും നോക്കാലോ മാണിക്കുഞ്ഞെ. അതല്ല സാർ, അവര് തമ്മില് ഏകദേശം ഒരു ഡീലായിട്ടുണ്ട്. സ്ഥലം വിറ്റുപോയോ ഇല്ലയോ അത് മാത്രമാണ് നമ്മുടെ ചോദ്യം. കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ നമ്മളത് വാങ്ങിക്കും. അതല്ല സാർ, തൊട്ടുമുമ്പ് സീതാരാമം ഏകദേശം പറഞ്ഞുറപ്പിച്ച ഒരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിച്ചു. ഇക്കാര്യം കൂടി ആവർത്തിച്ച അവർക്ക് നമ്മളോട് ശത്രുത തോന്നൂലേ? വഴിയിൽ വീഴുന്നവരെ ഞാൻ നോക്കാറില്ല. അത് സിത്താര ശ്രീനിവാസനാകാം, മറിച്ച് വേറെ ഏതെങ്കിലും ഗ്രൂപ്പും ആവാം. പിന്നെ പക, വൈരാഗ്യം അങ്ങനെയുള്ളവർ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ലേ? വഴി തടയാൻ ശ്രമിച്ചിട്ടില്ലേ? അവർക്കെന്താ സംഭവിച്ചത്? എന്നേക്കുമായി അവർ ബിസിനസ് ലോകത്തിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്തു.